ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചി വലിയൊരു സൽക്കർമ്മം, അവൻ്റെ ഒരു ധീരതയ്ക്കുള്ള ആ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരോടും താൻ ചെയ്ത ആ ഒരു മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്ത് ആണെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ സച്ചിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനെ പറ്റിയിട്ടും അവനെ പറ്റി ഒരുപാട് അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് സച്ചിയുടെ കാറിലാണ്. ആ രണ്ടാമത്തെ പ്രസവമാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ റോട്ടിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി പ്രസവിക്കുകയാണ്. അപ്പോൾ സച്ചി ഹോസ്പിറ്റലിലേക്ക് എന്തായാലും എത്തില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിന് ആൾക്കാരെ സ്ത്രീകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ അവിടെ നല്ലൊരു സുഖപ്രസവം നടക്കും, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് അവൻ്റെ ആ ഒരു സമയത്ത് അവൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് ഒരാൾക്ക് ഒരു അപകടമില്ലാതെ അമ്മയ്ക്കും കുഞ്ഞിനും സന്തോഷത്തോടു കൂടിയുള്ള ഒരു നല്ലൊരു ഇത് നൽകി, അവന് ആർക്കും ഒരു അപകടമില്ലാത്ത രീതിയിൽ നൽകി. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരോടും പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രവീന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷമാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കും. റോട്ടിലും പ്രസവിക്കും, നാട്ടിലും പ്രസവിക്കും, എല്ലാവരും ഉണ്ട്, ഇവിടെ മാത്രം ഒരാളും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ചൂടാവാണ്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ രേവതി ആകെ ഇങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ലാതെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഏതോ ഒരു ലോകത്ത് എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, രേവതി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ എന്തായാലും ഒരു സന്തോഷം ഇല്ലാതെ നിൽക്കണേ? അപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, നല്ലത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ ടെൻഷൻ അടിക്കണേ. വേറെ ഒന്നുമല്ല, ശ്രുതി ആശുപത്രിയിൽ പോയിരിക്കുന്നത് രണ്ടാമത്തെ ഗർഭിണിയാവാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയ്ക്കും ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അതറിഞ്ഞിട്ടാണ് നമ്മുടെ രേവതി കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കണത്. രേവതി ഇങ്ങനെ അടുക്കളയിലേക്ക് പോകുമ്പോൾ സച്ചി പുറകെ വന്നിട്ട് എന്താടി നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ രേവതി സ്ഥലകാല ബോധമില്ലാതെ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ വർഷ വരുന്നത്. ചേച്ചി എന്താ പറ്റിയത്? സച്ചിയേട്ടനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചേച്ചിക്ക് എന്തോ ടെൻഷനുള്ള എന്താണെന്ന് വെച്ചാൽ എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഞാൻ എന്നാൽ സച്ചിയേട്ടൻ ചേച്ചി തല്ലിയോ വഴക്ക് പറഞ്ഞോ, എന്നാൽ ഞാൻ ഇന്ന് സച്ചിയേട്ടൻ ഒന്ന് ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും വർഷം അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ രേവതി അങ്ങനെ പിടിച്ചു നിർത്തിയാണ്. വേണ്ട വർഷേ, ഏട്ടനൊന്നും ചെയ്തിട്ടില്ല, സച്ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പം പിന്നെ എന്താ കാര്യം, എന്തിങ്ങനെ മൂഡ് ഓഫായി നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമൊന്നുമല്ല, ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, കാര്യം പറ എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ശ്രുതി പോയായിരുന്നു. പോയിരുന്നു എന്നാൾ പറഞ്ഞില്ലേ, അത് എന്തോ ടെസ്റ്റ് കൺസീവ് ആവാത്തതിന് ടെസ്റ്റിന് വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് വേണ്ടി പോയതല്ലേ, അത് എന്നാൾ പറഞ്ഞതല്ലേ, അതല്ല വീണ്ടും പോയായിരുന്നു. പക്ഷേ അവിടെ അവൾ ചോദിച്ചപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ടാമത്തെ ഗർഭിണിയാവാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്ന വർഷം ഞെട്ടിപ്പോകുന്നു. രണ്ടാമത്തെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും സംശയം. അപ്പോൾ ആദ്യത്തേതോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, നീ എന്തായാലും ഇത് ആരോടും പറയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കാവും ആകെ പ്രശ്നം. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം സംഭവം തന്നെ എനിക്കായിരുന്നു ആകെ പ്രശ്നമായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരോടും പറയില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങനെ പോവാണ്. പക്ഷേ വർഷയ്ക്ക് ഒരു കാരണവശാലും ഇത്രയും വലിയൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്നില്ല. വർഷ അത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വർഷ അത് നേരെ നമ്മുടെ ശ്രീകാന്തിന് കൊട്ടിക്കൊടുക്കുകയാണ്. ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ ഇതൊരാളോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രഹസ്യം പറയുകയാണ്. അത് കേൾക്കുന്ന ശ്രീകാന്തും ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ടെൻഷൻ അടിച്ച് നടക്കണ കാണുമ്പോൾ സച്ചി അവിടേക്ക് വരികയാണ്. എന്താണ്, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, പക്ഷെ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സച്ചിക്കും ടെൻഷനായി. അപ്പോൾ എന്താ സംഭവിച്ചത്? പാർലേട്ടത്തിൽ പിന്നെ എപ്പോഴാ ഇതിന് മുന്നേ പ്രസവിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവളൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് താങ്ങാനാവാതെ തൻ്റെ അച്ഛനോട് ഈ ഒരു രഹസ്യം സച്ചി പറയുകയാണ്. അച്ഛനാണെങ്കിൽ അത് നേരെ ചന്ദ്രയോടും പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചന്ദ്രയുടെ ചെവിട്ടിലെത്തിയിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകത്ത് കാലി തുള്ളി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നത് ഇപ്പം തന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നത്, വേണ്ട ചന്ദ്ര, നീ ഇപ്പം അത് ചോദിക്കേണ്ട, മിണ്ടാതിരിക്കുക, ഈ വക കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കേണ്ടെന്നോ, നിങ്ങളൊന്ന് മാറി എന്നും പറഞ്ഞിട്ട് ചന്ദ്ര കാലി തുള്ളി നേരെ ശ്രുതിയും ആ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാതിലുമ്പോൾ ഡോറുമ്പോൾ വന്ന് തട്ടാണ്.
അപ്പോൾ നമ്മുടെ ശ്രുതിയാണ് വാതിൽ തുറക്കുന്നത്. ശ്രുതി എന്തേടാ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി അക്കൗണ്ട്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവളെ വിളിക്കുക. അപ്പോൾ എന്താ കാര്യം? നീയാണോ ശ്രുതി? നിന്നോടാണോ കാര്യം പറഞ്ഞത്? ഞാൻ വിളിക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ചന്ദ്ര വാള് കൊടുത്താൽ തുള്ളും എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശ്രുതി വരികയാണ്. അപ്പോഴേക്കും എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും ആ ഒരു ഹാളിൽ വന്ന് ഒത്തുകൂടുകയാണ്. ഇങ്ങനെ നോക്കുന്നുണ്ട്. ചന്ദ്രയുടെ ഈ ഒരു ഭാവമൊക്കെ കണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശ്രുതി വരികയാണ്. എന്താ ആൻറ്റി, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന്? എന്താ നിന്റെ ഭാവം? നീ എന്താ, നീ ആരാ സത്യത്തില്? ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന മരുമകളാണ് നീ എന്നിൽ നിന്ന് എന്തെങ്കിലും സത്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നീ മറച്ചു വെക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ശ്രുതി ഞെട്ടിപ്പോവുകയാണ്. ശ്രുതി മനസ്സിലിങ്ങനെ കരുതുന്നു, ഈശ്വര സത്യങ്ങളൊക്കെ അറിഞ്ഞോ ഈ തള്ള എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അതിനുശേഷം നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ പോയത്? നീ രണ്ടാമത്തെ ഗർഭിണിയാവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനും പരിശോധനയ്ക്കും വേണ്ടിയിട്ടാണോ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ശ്രുതി ഞെട്ടിപ്പോവുകയാണ്. ശ്രുതി നിന്നോടാ ചോദിച്ചത് എന്നും പറഞ്ഞ് ചന്ദ്ര വീണ്ടും ചൂടാവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കരച്ചിൽ തുടങ്ങി. നാടകം കാരണം കരയുന്നിടയിലെങ്കിലും ഇവൾക്ക് ഉത്തരം കണ്ടെത്തണമല്ലോ, അതുകൊണ്ട് കുറച്ച് സമയം കിട്ടണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. ആൻറ്റി എന്നൊക്കെ പറഞ്ഞു. നിന്നോടാ ചോദിക്കുന്നത്, നീ എന്തിനിങ്ങനെ കരയുന്നത്? നീ സത്യം പറ, നീ ഇതിനു മുമ്പ് എപ്പോഴാ ഗർഭിണിയായത്? നീ പ്രസവിച്ചിട്ടുണ്ടോ? അപ്പോൾ നീ കല്യാണം കഴിയുന്നതിന് മുമ്പാണോ നീ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ? എന്താടി നിന്നോടായിട്ട് ചോദിക്കണേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് കുറച്ച് നേരം നാടകം കളിച്ച് അവൾ ആ സമയം കൊണ്ട് അവൾ ഒരു ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആൻറ്റി പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇതിനു മുന്നേ ഗർഭിണിയായിരുന്നു, പക്ഷേ എനിക്ക് അത് അബോഷനായി പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചന്ദ്ര ചോദിക്കുകയാണ്, എപ്പോഴാ, കല്യാണത്തിന് മുൻപാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എന്തൊക്കെയാണ് പറയണത്? അങ്ങനെയൊന്നല്ല, ശ്രുതിയുടെ കൊച്ചു തന്നെയായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എപ്പോൾ, എങ്ങനെ, ഇതെന്ത് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഇതെന്തൊക്കെ ഇവിടെ നടക്കണേ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയും ആകെ അങ്കലാപ്പായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതെ എനിക്ക് ഗർഭിണിയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റിനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവരോടും ഒരു സത്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ, സന്തോഷ വാർത്ത പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ആ സമയത്താണ് എൻ്റെ മാമൻ ഇവിടേക്ക് വന്നതും എൻ്റെ മാമൻ എൻ്റെ അച്ഛൻ ജയിലിലാണെന്ന സത്യം അറിയിച്ചതും. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ ഈ ഒരു സത്യം ഒന്ന് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ പല രാത്രികളിലും എനിക്ക് അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ പല രാത്രികളും ഉറക്കൊഴിച്ചും കണ്ണീരും കരച്ചിലും അങ്ങനെ ഒരുപാട് മനസ്സൊക്കെ വിഷമിച്ച് അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ ഇതായി അബോഷനായി പോയതാണ്. നിങ്ങൾ ആരെയും അറിയിക്കാഞ്ഞ് നിങ്ങളോട് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അബോഷനായത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ചന്ദ്ര ഈ ഒരു കഥ അങ്ങട് നല്ല രീതിയിൽ കണ്ണീരോട് കൂടിയിട്ടാണ് നമ്മുടെ ശ്രുതി ഈ ഒരു കള്ളക്കഥ പറയുന്നത്. അത് കേൾക്കുന്ന ചന്ദ്രയുടെ കണ്ണിൽ നിന്ന് കുടുകുടാന്നും പറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് ഈ കഥ കേട്ടതിന് ശേഷം. എന്തായാലും ചന്ദ്ര ശരിക്കും വിശ്വസിച്ച് ശ്രുതിയുടെ ഈ ഒരു നാടകം കണ്ടിട്ട് അങ്ങനെ അവളെ ചേർത്ത് പിടിച്ചിട്ട്, സാരില്ല മോളെ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഗതി ഇവിടേക്ക് ആരാണ് കൊണ്ടുവന്നത്, ഇതിന്റെ പുറകിൽ ആരാണ്, ഇങ്ങനെ ഒരു സംഭവം ആരാണ് കൊണ്ടുവന്നതെന്നുള്ള ലാസ്റ്റ് അപ്പൊ ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ നമ്മുടെ സച്ചിയുടെ പേര് പറയും. സച്ചി നേരെ ശ്രീകാന്ത് നേരെ വർഷയുടെയും വർഷ നേരെ ഇവളെ രേവതിയുടെയും പേരാണ് പറയുന്നത്. ഇവളാണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സത്യങ്ങൾ അറിയാതെ അവൾ ഓരോന്ന് ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ പറയുകയാണെന്നും പറഞ്ഞിട്ട് ചന്ദ്ര പൊട്ടിത്തെറിക്കുന്നുണ്ട് രേവതിയോട്. അതുപോലെ തന്നെ സുധിയും വന്നിട്ട് രേവതിയെ വഴക്ക് പറയാണ്, ആവശ്യമില്ലാതെ ഈ മേലാൽ ഇനി എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. സുധി ആയാലും അങ്ങനെ ലാസ്റ്റ് എല്ലാ കുറ്റവും വന്നു നിൽക്കുന്നത് നമ്മുടെ രേവതിയുടെ തലയിൽ തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് നമുക്ക് നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.